കേന്ദ്ര ബജറ്റ് ആവശ്യപ്പെട്ടതൊന്നും ലഭിച്ചില്ല. നമുക്ക് നമ്മളെയുള്ളൂ. കേരളം ചെലവുകളുടെ മുൻഗണന മാറ്റേണ്ടി വരും. കേന്ദ്ര ബജറ്റിൽ വലിയ പദ്ധതികളോ ആവശ്യപ്പെട്ട പാക്കേജോ ലഭിക്കാത്ത സാഹചര്യത്തിൽ കേരളം ചെലവുകളുടെ മുൻഗണന മാറ്റേണ്ടി വരും. ബജറ്റിൽ കേന്ദ്രം സാമൂഹിക ക്ഷേമ മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകിയില്ലെന്നത് കണക്കിലെടുത്ത് ഈ മേഖലയിൽ പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ടി വരും. സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ പ്രത്യേക കമ്പനിയും ഫണ്ടും രൂപീകരിച്ച മാതൃകയിൽ പൊതുവിതരണം, കാർഷികോൽപ്പന്ന സംഭരണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ആരോഗ്യ പദ്ധതികൾ എന്നിവ മുടക്കമില്ലാതെ തുടരാൻ പ്രത്യേക നിധി എന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ നേരത്തെ തന്നെ ഉണ്ട്. ഇതിനുള്ള പണം നേരിട്ട് ജനങ്ങളിൽ നിന്ന് കണ്ടെത്തുക തിരിച്ചടിയാകുമെന്നതിനാൽ മറ്റു വഴി തേടണം. കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ച പ്ലാൻ ബി എന്തെന്ന് ഇപ്പോൾ ഏറെ പ്രസക്തമാണ്. സാമൂഹിക ക്ഷേമ മേഖലയ്ക്ക് പണം നീട്ടിവെക്കേണ്ടി വരുമ്പോൾ വലിയ മുതൽമുടക്കുള്ള വികസന പദ്ധതികൾ എന്തു ചെയ്യുമെന്നതാണ് വെല്ലുവിളി. ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് ആവശ്യപ്പെട്ടത് 5000 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്രം നൽകിയില്ലെങ്കിലും കേരളത്തിന് നടപ്പാക്കിയേ മതിയാകൂ. കേന്ദ്ര പരിഗണന കിട്ടാത്ത മേഖലകളിലെ വികസനത്തിന് ഫണ്ട് കണ്ടെത്തേണ്ടി വരുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ താങ്ങാൻ കഴിയില്ല. ഇത് പറഞ്ഞത് ആരെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ സ്വന്തം മലയാള മനോരമ തന്നെ. മലയാള മനോരമയിൽ ഉൾപേജിൽ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ഒരു റൈറ്റപ്പ് അതേപടി വായിച്ചതാണ് മുകളിൽ. തുടർന്ന് എഴുതുന്നു: അതേസമയം കേരളത്തിന്റെ പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമായ സഹകരണ മേഖലയിൽ കേന്ദ്രം നടത്താനിരിക്കുന്ന ഇടപെടലുകൾ ആശങ്കയോടെയാണ് സർക്കാർ കാണുന്നത്. ബജറ്റിൽ സൂചന നൽകിയെങ്കിലും സഹകരണ നയം വരാനിരിക്കുന്നതേയുള്ളൂ. മനോരമ ഈ വാർത്ത നൽകിയത് തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പില്ല എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം. എപ്പോഴും CPM-നെയും LDF സർക്കാരിനെയും ആക്രമിച്ചാൽ ജനവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന ചിന്തയും ഉണ്ടായേക്കാം. കാരണം ഏതൊരു സാധാരണക്കാരനും കൺമുന്നിലുള്ള യാഥാർത്ഥ്യമാണ് കേന്ദ്ര ബജറ്റ് നിർദ്ദേശങ്ങൾ. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന പ്രതികാര മനോഭാവത്തെക്കുറിച്ചും സർക്കാരും LDF-ഉം ഇത്രയും കാലം പറയുന്നത് ഇതേ കാര്യങ്ങളാണ്. എന്തായാലും ഇത്രയെങ്കിലും പറഞ്ഞതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ ആ വാർത്തയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ മാറ്റേണ്ടി വരുമെന്ന നിർദ്ദേശമാണ്. അതെങ്ങനെയാണ് സാധിക്കുക? സർക്കാർ ജോലിക്കാരെയും അധ്യാപകരെയും മാറ്റി നിർത്താൻ കഴിയുമോ? പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ ഒഴിവാക്കാൻ കഴിയുമോ? പണം കണ്ടെത്താൻ ജനങ്ങളിൽ നിന്നും കൂടുതൽ നികുതി ഈടാക്കാനാകുമോ? പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള വൻകിട പ്രൊജക്റ്റുകൾ പിന്നേക്ക് വെക്കാനാവുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് ഖേദപൂർവ്വം പറയട്ടെ, സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റികൾ മാറ്റാനാകില്ല. അടുത്തതായി മനോരമ പറയുന്നത് ബജറ്റിൽ കേന്ദ്രം സാമൂഹിക ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ലെന്നതിനാൽ ഈ മേഖലയിൽ പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കേണ്ടി വരുമെന്നാണ്. അവിടെയും പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ നിധി രൂപീകരിച്ചാലും അതും സർക്കാരിന്റെ കടപരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തും. കിഫ്ബിയുടെ കാര്യത്തിലും പെൻഷൻ ബോർഡിന്റെയും കാര്യത്തിലും നമ്മൾ അത് കണ്ടതാണ്. ട്രഷറിയിലെ നിക്ഷേപം പോലും സംസ്ഥാനത്തിന്റെ കടമായി കൂടുന്ന ടീമാണ് മോഡി. ഈ പോളിസി മാറ്റാതെ ഒരു കാര്യവുമില്ല. കേന്ദ്ര വിവേചനത്തിനെതിരെ കേരളത്തിന്റെ നിയമ പോരാട്ടം അനാവശ്യമാണെന്ന് പറഞ്ഞ മനോരമ കടപരിധിയിൽ മാറ്റം വരണമെന്നും കിഫ്ബിയും പെൻഷൻ ഫണ്ടും ഉൾപ്പെടെ അതിൽ നിന്നും ഒഴിവാക്കണമെന്നും ഇപ്പോഴെങ്കിലും പറഞ്ഞത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. ഒരു കാര്യം മാത്രം, നാളെ രാഷ്ട്രീയ കുശുമ്പ് മൂക്കുമ്പോൾ ഇത് മാറ്റി പറയരുത്.